പേരാവൂർ എനിക്ക് ഇഷ്ടക്കുറവുള്ളൊരു സ്ഥലമല്ല. എനിക്ക് വളരെ ഇഷ്ടത്തോടെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പേരാവൂർ. വലിയ ആവേശത്തോടെയും കൗതുകത്തോടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാത്തിരിക്കുകയാണ് കേരളം. ഇത്തവണ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു മണ്ഡലം അത് കണ്ണൂർ ജില്ലയിലാണ്, പേരാവൂരാണ്. പേരാവൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ ടീച്ചർ നമുക്കൊപ്പം ഉണ്ട്. ടീച്ചറെ, നാളെ ഇപ്പോൾ ഫലം വരികയാണ്. വലിയൊരു മത്സരം തന്നെയാണ് നടന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് പ്രതീക്ഷ? നല്ല ശക്തമായിട്ടുള്ള മത്സരമായിരുന്നു. പിന്നെ പേരാവൂർ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രവർത്തനമാണ് നടത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. കുറേയേറെ പഴയ സഹപാഠികളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രചരണമായിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത്. ഞങ്ങളുടെ സഹാക്കളെല്ലാം നല്ല ആവേശത്തിലായിരുന്നു. എന്നാൽ 15 വർഷമായിട്ട് UDFൻ്റെ കയ്യിലുള്ളൊരു മണ്ഡലമാണ്. സണ്ണി ജോസഫാണ്, വക്കീലാണ് അവിടെ ജയിച്ചു വന്നിരുന്നത്. അപ്പോൾ അതിനോടാണ് ഞങ്ങൾ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ സഹാക്കളെല്ലാം വലിയ വിശ്വാസത്തിലാണ്. എനിക്കും തോന്നിയിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായി. സാധാരണ ഞങ്ങൾക്ക് കിട്ടാത്ത കുറേയേറെ വോട്ടുകൾ ഇത്തവണ പേരാവൂരിൽ കിട്ടും എന്ന പ്രതീക്ഷയാണുള്ളത്. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ വോട്ടെല്ലാം ജനങ്ങൾ ചെയ്ത് മെഷീനകത്ത് കിടക്കുകയാണ്. അതിപ്പം നാളെ എണ്ണുമ്പോൾ മാത്രമേ ആർക്കാണോ ഓരോരുത്തരും വോട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങൾ നല്ല വിശ്വാസത്തിലാണ്. എന്തായാലും പേരാവൂർ ഇത്തവണ LDF ജയിക്കും എന്നുള്ളത്. ഈ പല മണ്ഡലങ്ങളിലും ഇത്തവണ UDF പ്രതീക്ഷ വയ്ക്കുന്നത് ഒരു മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായി അവർക്ക് അനുകൂലമായി തുടങ്ങിയ കാര്യങ്ങളിലാണ്. അങ്ങനെ പേരാവൂരിൽ ടീച്ചറുടെ ഒരു അനുഭവം എങ്ങനെയാണ്? അത്തരം എന്തെങ്കിലും നീക്കം ഉണ്ടായത് അല്ലെങ്കിൽ അടിയൊഴുക്കൾ ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാൻ ചിലരെല്ലാം പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് നല്ല പരിചയമുള്ള, അത് മാത്രമല്ല സാധാരണഗതിയിൽ ഞങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാത്ത മുസ്ലിം കുടുംബങ്ങളടക്കം അവർ ഇത്തവണ ടീച്ചർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ, അവസാന നിമിഷം അതൊന്നും മാറിപ്പോയിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊരു അന്തരീക്ഷമല്ല എനിക്കവിടെ ഫീൽ ചെയ്തത്. പക്ഷേ ഇതെല്ലാം അവസാന നിമിഷത്തിൽ ചിലർ പല നുണകളും പ്രചരിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വഴിമാറ്റം ഉണ്ടാക്കാൻ പരിശ്രമിക്കാറുണ്ട്. അത് ചില കുബുദ്ധികൾ ഇവിടെയും പരിശ്രമിച്ചിട്ടുണ്ട്. അത് അത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, ഏതായാലും വോട്ടൊക്കെ പെട്ടിയിലായി എണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഈ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുണ്ടായിരുന്നത് ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിലേക്ക് കൊണ്ടുവരുന്നതായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ CPM-നേക്കാൾ കൂടുതൽ അതിൽ ആശങ്ക ഉണ്ടായിരുന്ന UDF കേന്ദ്രങ്ങൾക്കായിരുന്നു. അത്തരത്തിലായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അത് കൂടുതൽ പാർട്ടി പ്രവർത്തകർക്ക് ആവേശമാവുകയാണോ ചെയ്തത്? എങ്ങനെയാണ് ടീച്ചർ അതിനൊക്കെ കാണുന്നത്? ആളുകളെ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരണം വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നു. അതിലേറെയും എൻ്റെ പാർട്ടിക്കാരല്ല, അവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം അറിയാം. മറ്റുള്ളവർ ചോദിച്ചിരുന്നു, ടീച്ചറെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇല്ലാതാക്കാനാണോ? ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ഇല്ലാതാവും? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയല്ലേ. അപ്പോൾ CPM-ൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അങ്ങനെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അതിനിടയിലുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. പാർട്ടി പ്രവർത്തനത്തിൻ്റെ കൂടെ ചിലപ്പോൾ പാർലമെൻ്ററി പ്രവർത്തനം, ചിലപ്പോൾ പാർലമെൻറ്റേതര പ്രവർത്തനം. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ പിന്നെ പാർട്ടിയില്ല, അങ്ങനെയല്ല ഞങ്ങളുടെ പ്രവർത്തനം ക്രമീകരിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും മാത്രമല്ല, തുടർച്ചയായിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, എന്നെ നശിപ്പിക്കാനെന്നെങ്ങനെയാണ് പറയുക, ഞങ്ങൾ പാർട്ടി ഒരു നോംസ് ഇത്തവണ വെച്ചു. അത് 2 തവണ തുടർച്ചയായ അസംബ്ലിയിലുണ്ടായിരുന്ന MLA-മാർ അവർ നിൽക്കുന്നത് നല്ല ഉറച്ച മണ്ഡലത്തിലാണെങ്കിൽ ഇത്തവണ അവിടെ മത്സരിക്കേണ്ടതില്ല. അവിടെ ഒരു പുതിയ ആളെ കൊണ്ടുവരാം. പുതിയ ആളുകളെ ഈ രംഗത്ത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ മട്ടന്നൂർ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണയുള്ളത്. അപ്പോൾ അത് നല്ല ഉറച്ച മണ്ഡലമാണ്. അവിടെ ഒരു പുതിയ ആളെ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ VK സനോജ് മട്ടന്നൂർ മണ്ഡലക്കാരനാണ്. അപ്പോൾ പിന്നെ അയാളെ ഇവിടെ മത്സരിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു നീതിയായിട്ടാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ സനോജിനെ അവിടെ മത്സരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ മത്സരിക്കേണ്ടതില്ല, ഞാൻ തുടർച്ചയായിട്ട് 2 ടേം ആയതാണ്. പക്ഷേ പാർട്ടി എന്നോട് പറഞ്ഞു, പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ടീച്ചർ കൂടി പാനലിൽ ഉണ്ടാവണം നിർബന്ധമായിട്ടും. പിന്നെ മാത്രമല്ല, പേരാവൂർ ടീച്ചറുടെ കൂടി പ്രദേശമാണ്, അവിടെ ടീച്ചർ മത്സരിക്കണം, ശക്തമായൊരു മത്സരം കാഴ്ചവെക്കണം അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പറ്റില്ല, ഞാൻ ഉറപ്പായിട്ടും ജയിക്കുന്ന മണ്ഡലത്തിൽ അങ്ങനെ പറയാൻ ഞങ്ങളാരും തയ്യാറാവാറില്ല. അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല, പേരാവൂർ എനിക്ക് ഇഷ്ടക്കുറവുള്ളൊരു സ്ഥലമല്ല, എനിക്ക് വളരെ ഇഷ്ടത്തോടെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പേരാവൂർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പേരാവൂർ എന്നെ തീരുമാനിച്ചത്. അപ്പോൾ പേരാവൂർ ഞാൻ ചെന്നപ്പോൾ ജനങ്ങളുടെ പ്രതികരണവും ഞങ്ങളുടെ പാർട്ടി സഹാക്കളൊക്കെ വലിയ ആവേശത്തിലാണ്. എല്ലാവരും വളരെ സജീവമായിട്ട് രംഗത്ത് വന്നു, നല്ല പ്രവർത്തനം നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി അല്ലാത്ത കുറേ കുടുംബങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ പാർട്ടിയല്ല, പക്ഷേ ഇത്തവണ ടീച്ചർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അത് എത്രത്തോളം വരുന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത് ഒരുപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ
നല്ല സുഖമായിട്ട് ജയിച്ചു വരും. പാർട്ടി വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്താൽ തന്നെ നല്ല ഒരു രീതി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. നല്ല സന്തോഷകരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിയത്. അതിൻ്റെ പരിസമാപ്തി വളരെ ഗുണകരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടീച്ചർ ഇനി പേരാവൂരിന് അപ്പുറത്തേക്ക് കൂടി നമ്മൾ നോക്കിയാൽ മൂന്നാം LDF സർക്കാർ വരും എന്ന് തന്നെയാണ് ടീച്ചർ പ്രതീക്ഷിക്കുന്നതെന്ന് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വരണ്ടേ. ജനങ്ങൾ രാഷ്ട്രീയം ചിന്തിക്കുന്നവരാണെങ്കിൽ മഹാഭൂരിപക്ഷവും അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ ആളുകൾ അങ്ങനെ ശരിയായ പൊളിറ്റിക്സ് ചിന്തിക്കുന്നവരാണെങ്കിൽ LDFനെ തന്നെ തിരഞ്ഞെടുക്കും. 10 വർഷക്കാലത്തിനിടയിൽ അത്രയേറെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയത്. 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു കൊച്ചു സംസ്ഥാനത്ത് ആരംഭിക്കുക, മൂലധന നിക്ഷേപം നടത്തുക എന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയല്ലല്ലോ. ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ്. വലിയ തുറമുഖങ്ങളും എയർപോർട്ടുകളും മെക്കാഡൻ ടാർ ചെയ്ത റോഡുകളും ഹൈടെക് സ്കൂൾ കെട്ടിടങ്ങളും വലിയ ആശുപത്രി കെട്ടിടങ്ങളും ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പരിശ്രമിച്ചിട്ടുള്ളൊരു ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ എന്താണ് കാരണം? അതാണ് വേറെ ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കുറേ നുണപ്രചരണങ്ങളൊക്കെ ഉണ്ട്. നേതാക്കന്മാർക്കെതിരെ, ഗവൺമെൻറ്റിനെതിരെ വളരെ മോശമായിട്ടുള്ള ചില പ്രചരണങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരാറുണ്ട്. അത് തള്ളിക്കളയാൻ ജനങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടില്ലല്ലോ. അതിൻ്റെ ഈ 10 വർഷത്തിന് മുമ്പുള്ള UDF ഗവൺമെൻറ്റിൻ്റെ കാലവും 10 വർഷത്തിന് ശേഷമുള്ള കേരളവും ഒരു താരതമ്യത്തിന് വിധേയമാക്കിയാൽ ആരും LDFനെ വോട്ട് ചെയ്യുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നത്. ഏതായാലും പേരാവൂരിലെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയായിരുന്നു ശൈലജ ടീച്ചർ. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.